നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറുടെ സാൻഡോസുമായിട്ടുള്ള കരാർ അവസാനിക്കാനിരിക്കവേ അദ്ദേഹം എങ്ങോട്ടേക്ക് എന്നുള്ളൊരു ചോദ്യം വ്യാപകമായിട്ടുണ്ട്. നെയ്മറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നില്ല. ഐ ഡോണ്ട് നോ, ഇപ്പോൾ എനിക്കറിയില്ല, അത് 12-ാം തീയതിക്ക് ശേഷം പറയാം എന്നൊക്കെയാണ് നെയ്മർ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് ജോലി കൂടി ചെയ്യാറുള്ള അദ്ദേഹത്തിൻ്റെ പിതാവ് നെയ്മർ സീനിയറോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. നെയ്മർ സീനിയറുടെ മറുപടി, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മറുപടി, സിറ്റുവേഷന് ഡിഫറൻ്റാണ്. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് നെയ്മർ ജൂനിയറുടെ റിക്കവറിക്ക് വേണ്ടി, അതിനുവേണ്ടി വർക്ക് ചെയ്യുക, ക്വയറ്റ്ലി വർക്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതായിരുന്നു ഞങ്ങളുടെ പ്രൈമറി പ്രോജക്റ്റ്. സെക്കൻഡ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി അതെൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ കാണുന്ന കാര്യം സാൻഡോസ് ക്ലബിനെ സഹായിക്കുക, മാർസലോ ടെക്സിയറയ്ക്കൊപ്പം ഈ ക്ലബിനൊന്ന് റീസ്ട്രക്ചർ ചെയ്യാൻ സഹായിക്കുക. നെയ്മറെ സംബന്ധിച്ചിടത്തോളം സിറ്റുവേഷൻ ഡിഫറൻ്റാണ്. അദ്ദേഹത്തിൻ്റെ ഭാവി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അത് അദ്ദേഹമാണ്, എൻറ്റയർലി അദ്ദേഹമാണ് അത് തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആ കാര്യം പോവുക. ഇപ്പോൾ ഇവിടെ ടോൺ വളരെ സേവാണ്. 5 മാസത്തെ കോൺട്രാക്റ്റാണ് ഞങ്ങൾ ഇവിടെ സൈൻ ചെയ്തിട്ടുള്ളത്. എന്ത് സംഭവിക്കുമെന്നുള്ളത് അതിന് ശേഷം നോക്കാം. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ നെയ്മർ ജൂനിയറിലാണല്ലോ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതിൽ റിസ്ക് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ബോഡി മാനേജ് ചെയ്യേണ്ടതുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെ അത് റെസ്പോണ്ട് ചെയ്യും എന്നുള്ളത് കൂടി നോക്കണം. ആൻസർ എന്താണെന്ന് വെച്ചാൽ എങ്ങോട്ടേക്ക് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം എടുത്തിട്ടില്ല. കാരണം ഇപ്പോഴും ഇവിടെ കോൺട്രാക്റ്റ് ഉണ്ടല്ലോ, കോൺട്രാക്റ്റ് പീരീഡ് എക്സ്പയർ ആയിട്ടില്ല. സോ റിന്യൂവലിനെ കുറിച്ച് ഞങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. കാരണം അത് ഒരുപാട് ഫാക്ടേഴ്സ് കൂടിച്ചേർന്ന് കിടക്കുന്ന കാര്യമാണ് എന്നാണിപ്പോൾ നെയ്മറുടെ പിതാവ് പറയുന്നത്. ചുരുക്കത്തിൽ നെയ്മർ പറഞ്ഞ പോലെ തന്നെയാണ് പറയുന്നത്, ഇപ്പോൾ പറയാൻ തയ്യാറല്ല. അപ്പോൾ നെയ്മർ വീണ്ടും ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ. ഇപ്പോൾ നെയ്മർ പറഞ്ഞല്ലോ 12-ാം തീയതിക്ക് ശേഷം പറയാമെന്ന്. 12-ാം തീയതിക്ക് ശേഷം പറയാമെന്ന്. അപ്പോൾ അത് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, അങ്ങനെ ആര് പറഞ്ഞു? നെയ്മർ പറഞ്ഞു. 12-ാം തീയതി എന്ന് നെയ്മർ പറഞ്ഞോ? യെസ്, നെയ്മർ അങ്ങനെ പറയുകയുണ്ടായി. അത് എനിക്കറിയില്ല. ഒരിക്കലും അവൻ്റെ ജീവിതത്തിലെ കോൺട്രാക്റ്റ് കാര്യങ്ങളൊന്നും അവൻ ഒറ്റയ്ക്കല്ല റിന്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് 12-ാം തീയതി എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ മാധ്യമങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്, അപ്പോൾ പിന്നെ നെയ്മർ ആണല്ലോ ഒരു കളിക്ക് ശേഷം കളിക്കളത്തിൽ വെച്ചിട്ടാണല്ലോ മറുപടി ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, നോ, ഞാൻ നെയ്മറോട് പറഞ്ഞതിന് ശേഷമായിരിക്കും അവൻ കാര്യങ്ങൾ പറയുക എന്നുകൂടി പിതാവ് പറയുന്നുണ്ട്. അപ്പോൾ സംഗതി എന്തായാലും ഏജൻറ്റ് കൂടിയായിട്ടുള്ള പിതാവ് തന്നെയായിരിക്കും ആദ്യം എങ്ങോട്ടേക്ക് നീങ്ങും എന്നുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനം ആദ്യമായിട്ട് വരുന്നത്. പക്ഷേ നെയ്മറുടെ കാര്യങ്ങൾ ആദ്യം പറയുക നെയ്മർ തന്നെയായിരിക്കും. പക്ഷേ താൻ പറഞ്ഞതിന് ശേഷമാണ് നെയ്മർ അത് നിങ്ങളോട് പറയുക എന്നാണിപ്പോൾ പിതാവ് പറയുന്നത്. അപ്പോൾ ഈ 12-ാം തീയതി എന്നുള്ള വിഷയം വീണ്ടും നെയ്മറോട് തന്നെ മാധ്യമങ്ങൾ ചോദിക്കേണ്ടത്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി 12-ാം തീയതിക്ക് ശേഷം പറയാമെന്നല്ലേ പറഞ്ഞത്. അത് 13 ആവാം, 14 ആവാം, 15 ആവാം. 12-ാം തീയതിക്ക് ശേഷം ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക ദിവസം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അത് നിങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്തതാണ് എന്നാണ് നെയ്മർ പിന്നീട് അതിൽ വിശദീകരിച്ചു. ചുരുക്കത്തിൽ എങ്ങോട്ടേക്ക് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായിട്ടില്ല. സാൻഡോസിൽ തുടരാനുള്ള നല്ല സാധ്യതയുണ്ട്. യൂറോപ്പിലൊക്കെയുള്ള പോക്കൊക്കെ ഇപ്പോൾ നടക്കുമെന്ന് പലരും കരുതുന്നുമില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഈ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉള്ളതുകൊണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.